All. Today let us discuss the structure of a packet switch. The last session we have discussed the structure of a circuit switch. So this is a packet switching or a datagram network. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഈ ഒരു സംഭവമാണ് നമ്മുടെ പാക്കറ്റ് സ്വിച്ചിങ്. ഓക്കെ, പാക്കറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ വർക്കിങ്ങും അതിൻ്റെ കോൺഫിഗറേഷനും എല്ലാം എല്ലാവർക്കും അറിയാം. പാക്കറ്റ് സ്വിച്ചിങ് ആകുമ്പോഴത്തേക്കും നമ്മൾ പാക്കറ്റ്സ് ആയിട്ട് ഡാറ്റയെ നമ്മൾ വിൽ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ആൻഡ് ദീസ് പാക്കറ്റ് വിൽ ബി sent through this packet router or a packet switch, and the packet will be reaching the destination by taking different routes. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിച്ചു. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഒരു സ്വിച്ചിൻ്റെ ഒരു സ്ട്രക്ചറും അതിൻ്റെ കോൺഫിഗറേഷനും അതിനകത്തുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, so what are the different components in the packet switch? That is what we are going to discuss now. So there are actually 4 components in the packet switch: input port, output port, the routing processor, and the switching fabric. Okay, these are the main 4 components in the packet switch. Okay, ഇത് 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ്: ഇൻപുട്ട് പോർട്ട്, ഔട്ട്പുട്ട് പോർട്ട്, റൂട്ടിംഗ് പ്രോസസ് ആൻഡ് സ്വിച്ചിങ് ഫാബ്രിക്. അപ്പോൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഇൻപുട്ട് പോർട്ട്, ദിസ് ഈസ് ദ ഇൻപുട്ട് പോർട്ട്സ്. പോർട്ടുകൾ നമുക്ക് 4, 5, 6 എത്ര പോർട്ട്സ് ആകാം. ദാറ്റ് ഡിപ്പെൻഡ്സ് upon the switch. And this is the routing processor, this is the switching fabric, and this is the output port. Okay, now let us see the function of each components in detail. Okay, we are going to explain the first component, which is the input port. So this input port actually performs the physical and data link function of a packet switch. So what do you mean by physical and data link function? So look at this figure. Here we are having mainly 3 components: physical layer processor and data link processor, and one more thing, Q or a buffer. So this physical layer processor performs the physical layer function, and data link layer processor performs the data link function. ഇപ്പോൾ എന്താണ് ഈ ഫിസിക്കൽ ലെയർ ഫംഗ്ഷൻ ആൻഡ് ഡാറ്റ ലിങ്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഫിസിക്കൽ ലെയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടർ, ഇവിടെ ഒരു സിസ്റ്റമുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ നോഡുണ്ട്. അപ്പോൾ ആ നോഡിൽ നിന്ന് ആക്ച്വലി ഡാറ്റ ഈസ് കമ്മിങ് ഇൻ ദ ഫോം ഓഫ് ഫ്രെയിംസ്. ഓക്കെ, ഡാറ്റ ഈസ് കമ്മിങ് ഇൻ ദ ഫോം ഓഫ് ഫ്രെയിംസ്. ഓക്കെ, ദീസ് ആർ ഫ്രെയിംസ്, ആൻഡ് ദീസ് ഫ്രെയിംസ് ആർ ഹാവിങ് മൾട്ടിപ്പിൾ പാക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിംസ് ആണ്, ഈ പറഞ്ഞ ഫ്രെയിംസ് ആണ് ആക്ച്വലി ഇറ്റ് ഈസ് റീച്ചിങ് ദ ഇൻപുട്ട് പോർട്ട്. So the physical layer processor is actually setting up a connection with the port, connection with the switch. Okay, switch ആയിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്ന ഫംഗ്ഷനാണ് ഫിസിക്കൽ ലെയർ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പാക്കറ്റ്, ഈ ഫ്രെയിം, ഡാറ്റ ലിങ്ക് ലെയർ പ്രോസസ്സർ എന്ത് ചെയ്യുന്നു, ദേ വിൽ ഡീക്യാപ്സുലേറ്റ് അല്ലെങ്കിൽ ഡിവൈഡ് ഇറ്റ്. ഓക്കെ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും, ഈ ഫ്രെയിമിനെ ബ്രേക്ക് ചെയ്തിട്ട് ദേ വിൽ എക്സ്ട്രാക്ട് ദ പാക്കറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് പാക്കറ്റ്സ് ഇരിക്കുകയാണ് അല്ലേ, ഇതിനകത്ത് പാക്കറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ദീസ് ആർ പാക്കറ്റ്സ്. ഓക്കെ, I will draw it once more. So this is the computer, and this is the structure of a frame. This is called frame, and in each frame it is having different packets. So this P represents packets. Okay, നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഫ്രെയിമുണ്ട്, ഫ്രെയിമിനകത്ത് മൾട്ടിപ്പിൾ പാക്കറ്റ്സ് ഉണ്ട്. So this data link layer processor, what it does is it decapsulate this frame and extract the packets. Okay, and store those packets into this queue. Okay, അതാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് പറയുന്നത് ഇൻപുട്ട് പോർട്ട് പെർഫോംസ് ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ഫംഗ്ഷൻ. ഫിസിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡാറ്റ ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രെയിമിന് അന്ന് പാക്കറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, so the bit are constructed from the received signal. അപ്പോൾ ഈ റിസീവ്ഡ് ഈ നോഡിൽ നിന്ന് നമുക്ക് ഫ്രെയിംസ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ,
the packet is decapsulated from the frame. Okay, ഈ പാക്കറ്റ് എന്ന് ഈ ഫ്രെയിമിൽ നിന്ന് we are decapsulating the packet. Okay, the errors are detected and corrected. ഇതിലൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഇവിടെ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷനും ഇവിടെയാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് എനി എറർ, occurrence of any error, that errors will be detected as well as corrected. Okay. In addition to physical layer processor and data link processor, the input port has a buffer. Okay, it is also having a buffer or a queue. Okay, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? It is used to hold these packets. Okay, it is used to hold the packet before it is directed to the switching fabric. ഓക്കെ, അപ്പോൾ നമ്മുടെ പാക്കറ്റ് ഡീക്യാപ്സുലേറ്റ് ചെയ്ത പാക്കറ്റ് ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്? ദിസ് ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് നമ്മുടെ സ്വിച്ചിങ് ഫാബ്രിക് എന്ന് പറയുന്നത്. ഓക്കെ, സ്വിച്ചിങ് ഫാബ്രിക്കിലോട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബഫർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ദ വർക്കിംഗ് ഓഫ് ഇൻപുട്ട് പോർട്സ്. ഓക്കെ, ദ സെയിം തിങ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഔട്ട്പുട്ട് പോർട്ട് ഓൾസോ, ബട്ട് ഇൻ ദ റിവേഴ്സ് ഓർഡർ. ഓക്കെ, ഇതേ സാധനം റിവേഴ്സ് ഓർഡറിൽ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ആൻ ഔട്ട്പുട്ട് പോർട്ട്. ഓക്കെ, ദി ഔട്ട്പുട്ട് പോർട്ട് പെർഫോംസ് ദ സെയിം ഫംഗ്ഷൻ ആസ് ദ ഇൻപുട്ട് പോർട്ട് ബട്ട് ഇൻ ദ റിവേഴ്സ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കിക്കേ, നേരത്തെ ഇതെല്ലാം തിരിഞ്ഞായിരുന്നത്, ക്യൂ ഇവിടെയാണ് ഇരുന്നത് അല്ലേ, ഫിസിക്കൽ ലെയർ ഇവിടെയാണ് ഇരുന്നത് അല്ലേ, ഇതെല്ലാം തിരിഞ്ഞ് വന്നു, റിവേഴ്സ് ഓർഡറിൽ വരികയാണ്. ഓക്കെ, the outgoing packets are queued and then the packet is encapsulated into a frame. ഓക്കെ, ഇപ്പോൾ നമുക്ക് പാക്കറ്റായിട്ടാണ് വരുന്നത് അല്ലേ, പാക്കറ്റായിട്ടാണ് ഇവിടെ നമ്മൾ ഡീക്യാപ്സുലേറ്റ് ചെയ്ത് പാക്കറ്റാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പാക്കറ്റ് നമ്മളെ സ്വിച്ചിനകത്തെല്ലാം കയറിയിട്ട് അവസാനം ഈ ഔട്ട്പുട്ട് പോർട്ടിനകത്ത് എത്തും. ഔട്ട്പുട്ട് പോർട്ടിനകത്ത് അടുത്ത സ്വിച്ചിലേക്ക് പോകണം അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് എത്താനായിട്ട് ആദ്യം ഈ പാക്കറ്റുകളെല്ലാം ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദിസ് ക്യൂ. ഓക്കെ, so this data link layer processor will take that packets and encapsulate into frames. Okay, ആ പാക്കറ്റിനെ എടുത്ത് വെച്ചിട്ട് it will encapsulate into frame. Okay, ഫ്രെയിം ആയിട്ട് അത് എൻക്യാപ്സുലേറ്റ് ചെയ്ത് എടുക്കും, encapsulate into frame. Okay, finally the physical layer functions are applied to the frame. ഇനി എന്ത് ചെയ്യുന്നു? physical layer functions ആ ഫ്രെയിമിൽ അപ്ലൈ ചെയ്യുന്നു. ഫിസിക്കൽ ലെയർ ഫംഗ്ഷൻ എന്താണ്? അടുത്ത ഇതിലേക്കുള്ള കണക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട് പോർട്ട്. ഓക്കെ, സോ ഔട്ട്പുട്ട് പോർട്ട് ഹാസ് ദ സെയിം ഫംഗ്ഷൻ ഓഫ് ദ ഇൻപുട്ട് പോർട്ട് ബട്ട് ഇൻ ദ റിവേഴ്സ് ഓർഡർ. ഓക്കെ, അപ്പോൾ ആ ഫിഗറും നിങ്ങൾ ആ റിവേഴ്സ് ഓർഡറിൽ വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ റൂട്ടിംഗ് പ്രോസസ്സർ. തേർഡ് കമ്പോണൻറ്റ് ഈസ് ദ റൂട്ടിംഗ് പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വിച്ചിനകത്ത് നമുക്ക് പോർട്സുകളുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സുകളുണ്ട്. ഓക്കെ, ഇനി ഈ പോർട്ടുകളിൽ നമുക്ക് ഏത് പോർട്ട് വഴിയാണ് പുറത്ത് പോകേണ്ടത്, ഏത് പോർട്ട് വഴിയാണ് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ബൈ ലുക്കിംഗ് അറ്റ് ദിസ് ടേബിൾ ഓർ എ റൂട്ടിംഗ് ടേബിൾ ഓർ എ ലുക്കപ്പ് ടേബിൾ. ഓക്കെ, അപ്പം ആ ഒരു ഡിസിഷനാണ് നമ്മൾ ഈ റൂട്ടിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, ദ റൂട്ടിംഗ് പ്രോസസ്സർ പെർഫോംസ് ദ റൂട്ടിംഗ് ഓഫ് ദ പാക്കറ്റ്സ്. Okay, routing of the packets or the frames. The destination address is used to find the address of the next hop. ഈ ടേബിളിൽ എന്ത് ചെയ്യുന്നു? ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ട്. സോ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഈസ് സെയിങ് ദാറ്റ് ദ പാക്കറ്റ് മസ്റ്റ് ബി ഓർ ദ ഫ്രെയിം മസ്റ്റ് ബി മൂവ് ടു ദ നെക്സ്റ്റ് സ്വിച്ച് ഓർ ദ നെക്സ്റ്റ് നോഡ്. ഓക്കെ, അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ആണെങ്കിൽ ദ പാക്കറ്റ് ഓർ ദ ഫ്രെയിം മസ്റ്റ് ബി ഗോയിങ് ത്രൂ എ പർട്ടിക്കുലർ ഔട്ട്പുട്ട് പോർട്ട്. ഏത് പോർട്ട് എന്ന് വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദി ഔട്ട്പുട്ട് പോർട്ട് നമ്പർ ടെൽസ് ദ പോർട്ട് ഫ്രം വിച്ച് ദ പാക്കറ്റ് ഈസ് സെൻഡ് ഔട്ട്. അപ്പോൾ ഏത് പോർട്ട് വഴിയാണ് പാക്കറ്റ് സെൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ടേബിൾ നോക്കിയിട്ടാണ്. ഓക്കെ, ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് പോർട്ട് നമ്പർ എടുത്തു വെച്ചിട്ടാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഈ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും അതിന് കറസ്പോണ്ടിങ് മാപ്പിംഗ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പോർട്ടും അടങ്ങിയിട്ടുള്ള ഈ ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ടിംഗ് ടേബിൾ ഓർ ദ ടേബിൾ ലുക്കപ്പ്. Okay, this activity is sometimes referred to as table lookup because the routing processor searches the routing table. Okay, ഇതിനെയാണ് നമ്മൾ റൂട്ടിംഗ് ടേബിൾ എന്ന് വിളിക്കുന്നത്. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേബിൾ ലുക്കപ്പ്. ക്ലിയർ? അപ്പോൾ നമ്മുടെ പാക്കറ്റിനെ അടുത്ത നോഡിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്വിച്ചിലേക്ക് റൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ പറഞ്ഞ റൂട്ടിംഗ് പ്രോസസ്സറാണ്. ഓക്കെ, ദിസ് ഈസ് ഡൺ യൂസിങ് എ പ്രോസസ് നോൺ ആസ് ടേബിൾ ലുക്കപ്പ്. Okay, so this is a particular table and the table has two fields. The first one is the destination address and the next one is the output port.
Okay, based on the destination address, there will be a particular mapping of the port number. Okay, so the packet will be going out only through that port. Clear? This is the concept. Okay, this is the third component, routing process, and the last one is the switching fabric. Okay, it is a very important component. ഇതാണ് നമ്മുടെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, സ്വിച്ച്. ആ സ്വിച്ചിനകത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, so the most difficult task in a packet switch is to move the packet from the input queue to the output queue. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് ക്യൂവിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് ക്യൂവിലേക്ക് ഒരു പാക്കറ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ സ്വിച്ചാണ് പെർഫോം ചെയ്യുന്നത്. So in the past, the packet switch was a dedicated computer. The memory of the computer or a bus was used in the switching fabric. പഴയ കാലത്ത് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ മെമ്മറിയാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബസ് വഴിയാണ് അത് ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പോഴാണ് അത് ഡെഡിക്കേറ്റഡ് വേറൊരു കോൺഫിഗറേഷൻ, സ്വിച്ചിങ് ഫാബ്രിക് എന്ന് പറയുന്ന വേറൊരു ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ ആക്കി നമ്മൾ മാറ്റിയത്. ഓക്കെ, അപ്പോൾ പഴയ കാലത്ത് പാക്കറ്റ് സ്വിച്ച് എങ്ങനെയായിരുന്നു? പാക്കറ്റ് സ്വിച്ച് വാസ് എ കമ്പ്യൂട്ടർ വിത്ത് എ മെമ്മറി. ഓക്കെ, മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ഓർ എ ബസ് ദാറ്റ് വാസ് യൂസ് ആസ് ദ സ്വിച്ചിങ് ഫാബ്രിക്. അതിനെയാണ് നമ്മൾ പഴയ കാലത്ത് സ്വിച്ചായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ദ ഇൻപുട്ട് പോർട്ട് സ്റ്റോർഡ് ദ പാക്കറ്റ് ഇൻ ദ മെമ്മറി, ദ ഔട്ട്പുട്ട് പോർട്ട് റിട്രീവ് ദ പാക്കറ്റ് ഫ്രം ദ മെമ്മറി. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് പോർട്ട് എന്ത് ചെയ്തു? ഇതിന് ആ മെമ്മറിയിനകത്തോട്ട്, ആ സ്വിച്ച് എന്ന് പറയുന്ന ആ ഒരു മെമ്മറിക്കകത്തോട്ട് ഇൻപുട്ട് പോർട്ട്സ് എന്ത് ചെയ്യുന്നു? ഡാറ്റയെ അതിനകത്ത് കൊണ്ടിടും. ഓക്കെ, ഔട്ട്പുട്ട് പോർട്ട് എന്ത് ചെയ്യും? ഡാറ്റ ആ മെമ്മറിയിൽ നിന്ന് ഡാറ്റ അവിടെ നിന്ന് റിട്രീവ് ചെയ്തെടുക്കും. അതാണ് പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ പഴയ കാലത്ത് പാക്കറ്റ് സ്വിച്ച് വാസ് ഇൻ ദ ഫോം ഓഫ് എ കമ്പ്യൂട്ടർ മെമ്മറി, ഓക്കെ, ഓർ എ ബസ്. സോ ദ ഇൻപുട്ട് പോർട്ട് വിൽ സ്റ്റോർ ദ പാക്കറ്റ് ഇൻ ദ കമ്പ്യൂട്ടർ മെമ്മറി and the output port will retrieve the data from the computer memory to the next hop or the next switch. Okay, so nowadays we are using a different scenario. Okay, nowadays we are having different advancements and we are using different varieties of switching fabrics. Okay, നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ചിങ് ഫാബ്രിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ക്രോസ് ബാർ സ്വിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നില്ല. ഓക്കെ, സോ വൺ ഈസ് ക്രോസ് ബാർ സ്വിച്ച് ആൻഡ് അനദർ വൺ ഈസ് ബനിയൻ സ്വിച്ച്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു സീ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ ബനിയൻ സ്വിച്ച്. ഓക്കെ, ദ സ്വിച്ചിങ് ഫാബ്രിക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിൻറ്റ്സ് എഴുതിയിട്ട് ദേ വിൽ ആസ്ക് ടു ഗീവ് വൺ എക്സാമ്പിൾ. യു ക്യാൻ റൈറ്റ് ബനിയൻ ഫാബ്രിക്. Okay, or crossbar switch. Crossbar switch we have already given the explanation in the previous session. Okay, so what is a bunion switch? Why it is called a bunion switch? Okay, bunion switch എന്ന പേര് വരാൻ കാരണം ആ ബനിയൻ ട്രീയുടെ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് ബനിയൻ സ്വിച്ച് എന്നുള്ള പേര് വരാൻ കാരണം. Okay, so before going into the theoretical aspect, let us see the structure of a bunion switch. So this is a bunion switch. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബനിയൻ സ്വിച്ചിൽ ഇറ്റ് ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഓക്കെ, ആൻഡ് ഈച്ച് സ്റ്റേജ് ദർ ആർ ഹാവിങ് ഡിഫറെൻറ്റ് മൈക്രോ സ്വിച്ചസ്. ഈ പറയുന്ന A1, A2, A3, A4, B1, B2, B4 up to B4, C1, C2 up to C4. These are micro switches. So these switches are arranged in different stages. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സ്വിച്ച് ഉണ്ടല്ലോ, ക്രോസ് ബാർ സ്വിച്ച് ഉണ്ടല്ലോ, ആ ക്രോസ് ബാർ സ്വിച്ചിൽ നമ്മൾ മൾട്ടി സ്റ്റേജ് സ്വിച്ച് പഠിച്ചു. അപ്പോൾ മൾട്ടി സ്റ്റേജ് സ്വിച്ചിൽ നമ്മൾ എത്ര സ്വിച്ചസ് വരണം, ഇൻപുട്ട് അനുസരിച്ചിട്ട് എത്ര സ്വിച്ചസ് വരണം, എത്ര സ്റ്റേജസ് വരണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ഫോർമുലയിൽ പറഞ്ഞു. ഓക്കെ, അതേ ഫോർമുല നമുക്ക് ഇവിടെയുണ്ട്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ n ഇൻപുട്സ് ആൻഡ് n ഔട്ട്പുട്ട്സ് വി ഹാവ് log n to the base 2 stages. ഓക്കെ, എത്ര സ്റ്റേജ് വേണമെന്നുള്ളത് ഇവിടെ നമുക്ക് 3 സ്റ്റേജാണ് അല്ലേ. അപ്പോൾ എത്ര സ്റ്റേജ് വേണമെന്നുള്ള കണക്കാണ് log n to the base 2 സ്റ്റേജ്. ഓക്കെ, നൗ മൈക്രോ സ്വിച്ച്, എത്ര മൈക്രോ സ്വിച്ച് വേണം? n/2 മൈക്രോ സ്വിച്ച്. ഓക്കെ, n/2 മൈക്രോ സ്വിച്ച് വേണം. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ഹിയർ ഹൗ മെനി ഇൻപുട്ട്സ് ദർ ദർ? ഹിയർ 8 ഇൻപുട്ട്സ് അല്ലേ. 0 to 7 ആകുമ്പോഴത്തേക്കും 8 ഇൻപുട്ട്സ്. Here also 8 outputs. Okay, so the number of inputs and the number of output will be same. So in this case, the number of stages is log
8 to the base 2 അല്ലേ, നമ്പർ ഓഫ് സ്റ്റേജസ്. നമ്പർ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് എസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എസ് ഈസ് log what, log 8 to the base 2. What is log 8 to the base 2? Which is 3 ആണല്ലോ. അപ്പോൾ the number of stages is 3. ഇവിടെ എത്ര സ്റ്റേജ് ഉണ്ട് നമുക്കിവിടെ 1 2 3 stages. Okay, so how many switches are there? How many switches? n by 2 switches. That is number of switchൻ്റെ കണക്കെന്ന് പറയുന്നത് Sn, number of switch, equal to 8 by 2, which is equal to 4. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേജിൽ 4 സ്വിച്ച് വീതം ഉണ്ട് അല്ലേ. ഒരു സ്റ്റേജിൽ 4 സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജിൽ 4, ഇവിടെ 4, ഇവിടെ 4, ഇപ്പോൾ ടോട്ടലി 12 switches. Okay, so this is the representation for a Bunyan switch, in which the number of switches and the number of stages, number of micro switches and number of stages is represented using this formula. Okay, for n input and n output, there are a log n to the base 2 stages and n by 2 micro switches at each stage. Okay, അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു ബന്യൻ സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് മൾട്ടി സ്റ്റേജസ്, ആൻഡ് ദീസ് മൾട്ടി സ്റ്റേജസ് സ്വിച്ചസ് ആർ മൈക്രോ സ്റ്റേജസ് ആർ ദർ, ആൻഡ് ദീസ് മൈക്രോ സ്റ്റേജ് സ്വിച്ചസ് ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഓക്കെ, ഇനി ദ മൈക്രോ സ്വിച്ചസ് അറ്റ് ഈച്ച് സ്റ്റേജ്. Okay, the micro switch at each stage will route the packet from one stage to another stage using a binary string. Okay, അതായത് നമ്മൾ ഔട്ട്പുട്ട് പോർട്ടിൻ്റെ ബൈനറി സ്ട്രിങ് വെച്ചിട്ടായിരിക്കും നമ്മൾ പാക്കറ്റുകൾ നമ്മൾ ഒരു മൈക്രോ സ്വിച്ചിൽ നിന്ന് അടുത്ത മൈക്രോ സ്വിച്ചും ആ മൈക്രോ സ്വിച്ചിൽ നിന്ന് അടുത്ത സ്വിച്ചിലേക്ക് നമ്മൾ റൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 101, ഓക്കെ, ദാറ്റ് ഈസ് ഇൻപുട്ട് 1. വി ആർ സെൻഡിങ് ഇൻപുട്ട് 1 to the output. We are sending a particular packet from input 1 and going out through output 6. ഓക്കെ, ഇപ്പോൾ ഔട്ട്പുട്ട് 6 വഴി നമുക്ക് ഔട്ട്പുട്ട് പുറത്ത് പോകണം. ഓക്കെ, അപ്പോൾ 6ൻ്റെ നമ്മൾ ബൈനറി എഴുതും. 6ൻ്റെ ബൈനറി എത്രയാണ്? 110. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഇൻപുട്ട് 1. വെർ ഇസ് ഇൻപുട്ട് 1? ഹിയർ ഇസ് ഇൻപുട്ട് 1. സോ ദ പാക്കറ്റ് വിൽ ബി കമ്മിങ് അറ്റ് ഇൻപുട്ട് 1 ആൻഡ് ഇറ്റ് വിൽ റീച്ചിങ് ദ സ്വിച്ച് A2. ഓക്കെ, A2 നിന്ന് A2 എത്തും. അപ്പോൾ A2 നിന്ന് അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടത്? A2 നിന്ന് പോകേണ്ടത് അടുത്തത് ബൈനറി ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്കുള്ള ആ ഒരു ഹോപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഡിസൈഡ്സ് ഓൺ ദ ഹയർ ഓർഡർ ബിറ്റ്. ദ ഹയസ്റ്റ് ഓർഡർ ബിറ്റ് എത്രയാണ്? 110യുടെ ഹയസ്റ്റ് ഓർഡർ ബിറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് A2 നിന്ന് 1 എന്ന് പറയുന്ന ആ ഒരു ഔട്ട്പുട്ട് പോർട്ടിൽ നിന്നാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകണം. അപ്പോൾ 1 എങ്ങോട്ടാണ് പോകുന്നത്? ദിസ് 1 ഈസ് ഗോയിങ് ഔട്ട് ആൻഡ് റീച്ചിങ് അറ്റ് B4 അല്ലേ. ഇവിടെ നിന്ന് 1 B4ലേക്കല്ലേ പോകുന്നത്. അപ്പോൾ B4ലെത്തി. ഓക്കെ, ഇനി B4 നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് എങ്ങനെയാണ് പോകേണ്ടത്? സെക്കൻഡ് ബിറ്റ് എത്രയാണ്? സെക്കൻഡ് ബിറ്റ് ഈസ് ഓൾസോ 1. അപ്പോൾ B4 നിന്നും ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ B4 നിന്ന് വിൽ ബി ഗോയിങ് ഔട്ട് ത്രൂ ദിസ് 1 ആൻഡ് റീച്ചിങ് അറ്റ് C4. ഓക്കെ, C4 എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഔട്ട്പുട്ട് പോർട്ട് ഏതാണ്? തേർഡ് ബിറ്റ് എത്രയാണ്? 0. ഓക്കെ, 110യുടെ തേർഡ് ബിറ്റ് ഈസ് 0. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ത്രൂ 0 ആൻഡ് ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഗോയിങ് ഔട്ട് ത്രൂ ദ പോർട്ട് 6. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൂട്ടിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് പോർട്ടിൻ്റെ ബൈനറി കോൺഫിഗറേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജ്, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ടുള്ള ആ ഒരു റൂട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ ഹയസ്റ്റ് ഓർഡർ ബിറ്റ്, ദ ഹൈ ഓർഡർ ബിറ്റ് ഓഫ് ദ ബൈനറി സ്ട്രിങ്. ദ ഹൈ ഓർഡർ ബിറ്റ് ഈസ് 1. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിലോട്ട് റൂട്ടിംഗ് ഇറ്റ് ഈസ് ഡിസൈഡ് ബൈ ദ സെക്കൻഡ് ഹയർ ഓർഡർ ബിറ്റ്. സെക്കൻഡ് ബിറ്റ് എത്രയാണ്? ദിസ് ഈസ് ദ സെക്കൻഡ് ബിറ്റ്. ഓക്കെ,
Now the third stage in the at the output port deciding it is decided by the third bit. Okay, this is what happening here. Clear? Next, another example, the input 5. Okay, input 5, we are going to send a packet. The input is 5 and the output port is 2. Okay, so output port 2, so 2 can be represented as 0 1 0. Okay, 0 1 0. So the input is 5, which is input 5. This is input 5. So the input 5 is actually connected with the micro switch A2 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. A2 നിന്നും ഏത് പോർട്ട് വഴി പുറത്ത് പോകണം? 0 അല്ലേ, ഫസ്റ്റ് ബിറ്റ് എത്രയാണ്? 0. ഫസ്റ്റ് ഹയർ ഓർഡർ ബിറ്റ് 0. അപ്പോൾ 0 വഴി നമ്മൾ പോകുമ്പോഴത്തേക്കും റീച്ചിങ് B2. ഓക്കെ, ഇനി B2 നിന്ന് ഏത് പോർട്ട് വഴി പുറത്ത് പോകണം? ദ സെക്കൻഡ് ബിറ്റ് ഈസ് 1 അല്ലേ, 1 വഴി പുറത്ത് പോകുന്നു. ഇറ്റ് ബി റീച്ചിങ് ഹിയർ അറ്റ് C2. ഓക്കെ, ഈ C2 നിന്ന് ഏത് വഴി പുറത്ത് പോകണം? തേർഡ് ബിറ്റ് ഈസ് 0. ഓക്കെ, സോ വിൽ ബി ഗോയിങ് ഔട്ട് ത്രൂ 2. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. ഓക്കെ, ദിസ് ഇസ് ദ എക്സാമ്പിൾ ഫോർ റൂട്ടിംഗ് ഇൻ എ ബനിയൻ സ്വിച്ച്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയറി കോൺസെപ്റ്റുകളാണ് ഇവിടെ പറയുന്നത്. സോ ദ മോസ്റ്റ് റിലയബിൾ അപ്രോച്ച് ദാൻ ദ ക്രോസ് ബാർ സ്വിച്ച് ഈസ് ദ ബനിയൻ സ്വിച്ച്. ബനിയൻ സ്വിച്ചാണ് മോസ്റ്റ് റിലയബിൾ എന്ന് പറയുന്നത്. ദ ബനിയൻ സ്വിച്ച് ഈസ് എ മൾട്ടി സ്റ്റേജ് സ്വിച്ച് വിത്ത് മെനി മൈക്രോ സ്വിച്ചസ്. ഓക്കെ, മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉള്ള സ്വിച്ചാണ്. ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് മൈക്രോ സ്വിച്ചസ്. ഈ ചെറിയ സാധനങ്ങളെയാണ് മൈക്രോ സ്വിച്ചസ് എന്ന് പറയുന്നത്. ദ മൈക്രോ സ്വിച്ചസ് അറ്റ് ഈച്ച് സ്റ്റേജ് route the packet based on the output port represented as the binary string. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്കുള്ള റൂട്ടിംഗ് ഈസ് ഡിസൈഡഡ് ബൈ എ ബൈനറി സ്ട്രിങ്. ഔട്ട്പുട്ട് പോർട്ടിൻ്റെ ബൈനറി സ്ട്രിങ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ 6 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പോർട്ട് പറഞ്ഞു. അപ്പോൾ 6ൻ്റെ ബൈനറി സ്ട്രിങ്ങിനെ ബേസ് ചെയ്ത് 1 1 0 അതിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഓരോ സ്റ്റേജിൽ നിന്ന് നമ്മൾ ചാടി വന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. For n input and n output, we have log n to the base 2 stages and n by 2 micro switches at each stage. The first stage routes the packet based on the high order bit of the binary string. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മളെങ്ങനെ റൂട്ട് ചെയ്തത്? നമ്മൾ ഫസ്റ്റ് ഹയർ ഓർഡർ ബിറ്റ് എടുത്തു വെച്ചിട്ടാണ്. ദ സെക്കൻഡ് സ്റ്റേജ് റൂട്ട്സ് ദ പാക്കറ്റ് ബേസ്ഡ് ഓൺ ദ സെക്കൻഡ് ഹയർ ഓർഡർ ബിറ്റ് ആൻഡ് സോ ഓൺ. ഓക്കെ, ഇപ്പോൾ തേർഡ് സ്റ്റേജിലേക്ക് പോകുന്നെങ്കിൽ തേർഡ് ഹയർ ഓർഡർ ബിറ്റ്. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ this is an binary switch, bunion switch. Bunion switch is an example for a switching fabric. സ്വിച്ചിങ് ഫാബ്രിക്കിൻ്റെ ഒരു ടൈപ്പാണ് ബനിയൻ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഏത്? സ്ട്രക്ചർ ഓഫ് എ പാക്കറ്റ് സ്വിച്ച്. ഓക്കെ, they will ask the different components of the packet switch. അത് ഈ കമ്പോണൻസ് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്വിച്ചിങ് ഫാബ്രിക് മാത്രം ചോദിക്കും. സ്വിച്ചിങ് ഫാബ്രിക് മാത്രം ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് എഴുതുക. ഓക്കെ, വാട്ട് ഈസ് സ്വിച്ചിങ് ഫാബ്രിക് ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ അബൌട്ട് ദ ബനിയൻ സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി മൊഡ്യൂൾ 6 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മൊഡ്യൂൾസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.